വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി വഴി അല്ലെ. അപ്പൊ നമ്മുടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സുഭദ്ര കുമാരി ചൗഹാൻ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മുർജായ ഫൂൽ എന്ന് പറയുന്ന ആ കവിതയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അതുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നന്നായിട്ട് എഴുതി മക്കൾ പഠിച്ചോളാം കേട്ടോ. ഓക്കെ, ഇതൊരു കവിതയായിരുന്നു അല്ലെ. അപ്പൊ ആ കവിതയിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ നോക്കിക്കേ, ഹൃദയ ദുഃഖാന ഓർ ഡണ്ടി ബൂന്തി ടപ്കാന സെ ക്യാ താത്പര്യ ഹേ. നമ്മുടെ ടെക്സ്റ്റിൽ അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മക്കൾ ഇത് പഠിച്ചിരിക്കണം. നോക്കിക്കേ, ഹൃദയ ദുഃഖാന. ഹൃദയ ദുഃഖാന എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം വേദനിപ്പിക്കുക, ദുഃഖിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ്? ഹൃദയം വേദനിപ്പിക്കുക. വേദനിപ്പിക്കുക എന്നുള്ള ആ ഒരു വേദനിപ്പിക്കുക എന്നുള്ള എന്തായിരുന്നു അർത്ഥമായിരുന്നു അല്ലെ. ഡണ്ടി ബൂന്തി ടപ്കാന എന്ന് വെച്ചാൽ എന്താണ്? തണുത്ത ബൂന്ത അല്ലെ. തണുത്ത ബൂന്ത എന്ന് വെച്ചാൽ എന്താണ്? തുള്ളികൾ എന്നുള്ള അർത്ഥമാണ്. തുള്ളികൾ. ടപ്കാന. ടപ്കാന എന്ന് വെച്ചാൽ തെളിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. തെളിക്കുക. മിസ് അർത്ഥം എഴുതി തരുന്ന നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നോക്കിക്കേ, ഡണ്ടി ബൂന്തി ടപ്കാന, തണുത്ത വെള്ളം തെളിക്കുക. പിന്നെ ഹൃദയം ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ക്യാ താത്പര്യ എന്ന് വെച്ചാൽ എന്താണ്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ആൻസർ ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ എഴുതി പഠിച്ചു വെച്ചോളാം. നോക്കിക്കേ, ഹൃദയ ദുഃഖാന, ഹൃദയം ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഹൃദയം വേദനിപ്പിക്കുക എന്നുള്ളതല്ലേ. നോക്കിക്കേ, മനസ്സിനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് എന്ത്? മൻ എന്ന് പറയുന്നത്. മൻ കോ ദുഃഖ ദേന, മനസ്സിന് ദുഃഖം കൊടുക്കുക, ദുഃഖിപ്പിക്കുക എന്നുള്ളതാണ് ഹൃദയ ദുഃഖാന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സെറ്റാണ്. അടുത്ത നോക്കിക്കേ, ഡണ്ടി ബൂന്തി ടപ്കാന, തണുത്ത തുള്ളികൾ. തണുത്ത തുള്ളികൾ എന്ത് ചെയ്യാന്ന്? തെളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? മനസ്സിനൊരു കുളിർമ കിട്ടുക അല്ലെ, മനസ്സിനൊരു സന്തോഷം കിട്ടുക. തണുത്ത വെള്ളം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനസ്സിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു കുളിരില്ലേ, അപ്പൊ നമുക്ക് സന്തോഷം വരില്ലേ. അതേപോലെ തണുത്ത വെള്ളം നമ്മൾ തെളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? മൻകോ ഖുശിദേന, മനസ്സിന്. മൻകോ എന്ന് വെച്ചെന്താണ്? മനസ്സിന്. ഖുശിദേന, ഖുശിദേന എന്ന് വെച്ചെന്താണ്? സന്തോഷം നൽകുക അല്ലെ. എന്താണ്? സന്തോഷം നൽകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് മക്കള് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൃദയ ദുഃഖാന, ഇതേപോലത്തെ ഇതുമായി ബന്ധപ്പെട്ട അതേ സാധനം തന്നെയാണ് അല്ലെ. നമ്മുടെ കവിതയിൽ ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മക്കൾക്ക് മനസ്സിലാക്കാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടി ഇത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഹൃദയ ദുഃഖാന. ഹൃദയ ദുഃഖാന എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം വേദനിപ്പിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ഹൃദയം വേദനിപ്പിക്കുക, മനസ്സിനെ വേദനിപ്പിക്കുക. ഡണ്ടി ബൂന്തി ടപ്കാന, തണുത്ത വെള്ളം തെളിക്കുക. ജേസെ, ഇതേപോലെ. ജേസെ എന്ന് വെച്ചാൽ എന്താണ്? ഇതേപോലെ. അന്യ കോൻ കോൻ സേ പ്രയോഗ് കവിതാമേ ഹേ, ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് തരുന്നത് അല്ലെ. ഹൃദയം ദുഃഖിപ്പിക്കുക, പിന്നെ തണുത്ത വെള്ളം തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഡയറക്റ്റ് മീനിങ് തരുന്ന പ്രയോഗങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വേറെ നമ്മുടെ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ നോക്കിക്കേ, അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? റുലാന എന്ന് പറയുന്നത്. റുലാന എന്ന് വെച്ചാൽ എന്താണ്? റുലാന എന്ന് വെച്ചാൽ കരയിപ്പിക്കുക. അപ്പൊ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹൃദയ ദുഃഖാന പോലെ തന്നെ കരയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ കവിതയിലുണ്ട് അല്ലെ. അതേപോലെ ചോട്ട് പഹുഞ്ചാന. എന്താണ്? ചോട്ട് പഹുഞ്ചാന എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട്. ചോട്ട് പഹുഞ്ചാന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യണം മക്കള്? പഠിച്ചു വെക്കണം. ചോട്ട് പഹുഞ്ചാന വെച്ചാൽ എന്താണ്? മുറിവ് അല്ലെ. മുറിവ് ഏൽപ്പിക്കുക, മുറിവേൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ്? മുറിവേൽപ്പിക്കുക. യെസ്, മുറിവേൽപ്പിക്കുക. ഓക്കെ, റുലാന വെച്ചെന്താണ്? കരയിപ്പിക്കുക. അതറിയാലോ അല്ലെ മക്കൾക്ക്. ഓക്കെ, അടുത്ത എന്താണ്? ബിഖ്റാന. ബിഖ്റാന എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അതിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബിഖ്റാന, ചിതറിപ്പിക്കുക എന്നുള്ളതാണ്. സ്വയം ബിഖ്റാന, സ്വന്തമായിട്ട് ചിതറുക. നമ്മുടെ മുർജായ ഫൂൽ എന്ത് ചെയ്യാറ്? നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വിതറിപ്പിക്കുന്നുണ്ട്. വിതറിപ്പിക്കുക വെച്ചെന്താണ്? അതിന്റെ എല്ലാ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, വിതറിപ്പിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ ബിഖ്റാന എന്ന് പറഞ്ഞാൽ എന്താണ്? വിതറിപ്പിക്കുക. അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് പ്രയോഗമാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതേപോലെ അല്ലെ, റുലാന, ചോട്ട് പഹുഞ്ചാന, ബിഖ്റാന, ശീതളത അല്ലെ. ശീതളത ദേന എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രയോഗം കൂടി ഉണ്ട്. ശീതളത അല്ലെ. എന്താണ്? ശീതളത
ദേന എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിന്റും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ പഠിക്കാം കേട്ടോ. അപ്പൊ ശീതലത ദേന എന്ന് വെച്ചാൽ എന്താണ്? ആ തണുപ്പ് നൽകുക. തണുപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം തരുക എന്നുള്ള അർത്ഥം തന്നെയാ അല്ലെ. നമുക്ക് കുറച്ച് സമാധാനം സന്തോഷമൊക്കെ കിട്ടുക എന്ന് പറയുന്നതിനാണ് ശീതലത ദേന, തണുപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള എന്താണ് 4 പ്രയോഗങ്ങൾ നമുക്ക് കവിതയിൽ നിന്നും കാണാൻ പറ്റും. അപ്പൊ മക്കളോട് ഇത് എക്സാമിന് ഇത് എടുത്തെഴുതാൻ പറയാണ്. ഈ ഹൃദയ ദുഃഖാന എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം പോലെയുള്ള ഒരു പ്രയോഗം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിതയിൽ നിന്നും എടുത്തെഴുതാൻ പറഞ്ഞ മക്കൾ എന്തെഴുതും? രുലാന, ചോട്ടു പഹുഞ്ചാന, ബിഖ്റാന, ശീതലതാദേന, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ എഴുതി വെക്കും അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള കോണ്ടന്റുമായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.